സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടിം കുക്ക് ആൻഡ് ഹിസ് ടീം എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്പിൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ. ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം ഇക്കൊല്ലം ഒരു ആപ്പിൾ ഐഫോൺ അവർ ഇറക്കുന്നുണ്ടാവില്ല. സാധാരണ തേർഡ് ഓർ ഫോർത്ത് ക്വാർട്ടറിലാണ് ഇറക്കാറ്. ഒരു ഒക്ടോബർ നവംബർ ഫോർത്ത് ക്വാർട്ടറിലാണ് ഇറക്കാറ്. പക്ഷേ ഇക്കൊല്ലം ഐഫോണിൽ അപ്ഗ്രേഡ് പ്രതീക്ഷിക്കേണ്ട എന്നവർ പറഞ്ഞു. കാരണം അവരൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോഴാണ് ബോധോദയം വന്നത്, ഒരു ഫോൾഡബിൾ ഫോൺ ഇറക്കാനുള്ളത്. സോ അത് അവർ പറയണ കാരണം ഇത് ഭയങ്കര ലക്ഷറി സെറ്റപ്പാണ്, കുറച്ചും കൂടി ഒന്ന് സൂക്ഷ്മയോടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇക്കൊല്ലം ഫോൺ പ്രതീക്ഷിക്കേണ്ട. 2027 ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു ഫോൺ പ്രതീക്ഷിക്കാം എന്നും അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് പറയുന്നു. സോ ഈ കൊല്ലം ഐഫോണില്ല. ബട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐഫോൺ അല്ല. ഇവന്മാർ ഒരു ഒരു എ ഐ പിൻ, പേര് എ ഐ പിന്നൊന്നും ആയിരിക്കില്ല, നമ്മുടെ ഒരു അഭ്യൂഹമാണ് പേര് എ ഐ പിന്നൊന്നും പറയാനുള്ള കാരണം ഇവന്മാരിത് ഇവിടെ പോക്കറ്റിൽ മറ്റേ ബാഡ്ജ് കുത്തണ പോലെ കുത്തണ ഒരു സാധനമാണ് അത്. 2 ക്യാമറ, ഒരു വൈഡും ഒരു അൾട്രാ വൈഡും ഉള്ള 2 ക്യാമറ, ഭയങ്കര തിൻ സെറ്റപ്പ്, നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ പോലെയുള്ള ചെറിയ സ്പെറിക്കൽ ഷേപ്പിൽ വരുന്ന, സ്പെറിക്കലല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു സുന. 3 മൈക്രോഫോണാണ് പറയുന്നത്. പോരാത്ത ഇതിന് എ ഐ, യെസ്, എ ഐ വോയിസ് അസിസ്റ്റൻറ്റ് ആൻഡ് വോയിസ് റെക്കഗ്നീഷൻ, സിറിയുടെ ഒരു സഹായത്തോടെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെല്ലാവർക്കും അറിയുമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ആപ്പിളും ജെമിനിയും തമ്മിൽ ഇങ്ങനെ കൈ കോർത്തിരിക്കുകയാണ് ഗൈസ്. അവർ കൈ കൊടുത്തു, സിറിക്ക് വേണ്ട ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അവർ ഗൂഗിളുമായിട്ട് കൈ കൊടുത്തു. ജെമിനിയുടെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സിറിനെ ഒരു മേജർ സർജറിക്ക് വേണ്ടി പുള്ളി കയറ്റിയിട്ടിരിക്കുകയാണ്. സോ അതൊക്കെ ഇറക്കിയതിന് ശേഷമായിരിക്കും ഈ ഒരു എ ഐ പിൻ വരിക. എന്നാൽ ഈ 2 ക്യാമറയും 3 മൈക്രോഫോൺ വെച്ചിട്ടും ഒരു എ ഐ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഈ ഒരു സാധനം കുത്തി വെച്ചിട്ട് എന്താണ് ഇവന്മാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഐ ഡോണ്ട് നോ. കാരണം നമ്മളെ പോലുള്ളവർക്ക് അത് കിട്ടിയിട്ട് ഒരു ഉപകാരം ഉണ്ടോ എന്നുള്ളത് പറയാത്തൊക്കെ പറയാൻ പറ്റും. അത് ഓൾറെഡി സിറിക്ക് മലയാളം അറിഞ്ഞുകൂടാ. സോ നമ്മളെ പോലുള്ളവർക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം അതിനോട് സംസാരിക്കാനായിട്ട്. സോ കണ്ടറിയാം ഇതിൻ്റെ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളത്. ഇതുപോലെ തന്നെയായിരുന്നു ഫേസ്ബുക്ക് മെറ്റ ഗ്ലാസസ് പറഞ്ഞ് സാധനം ഇറക്കിക്കൊണ്ട് വന്നത്. ഇറക്കിയ സമയത്ത് VR ഹെഡ്സെറ്റ് പോലെ കൊള്ളാം, മെറ്റയിൽ പുതിയ മറ്റേ 5 ഏക്കർ പറമ്പും മെറ്റയിൽ മറിച്ചതൊക്കെ വാങ്ങിച്ചു ഇഷ്ടം പോലെ വാർത്തകൾ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ആരും അതിനെക്കുറിച്ചൊന്നും പറയണമില്ല. അതിൻ്റെ ഉള്ളിൽ ബിസിനസ് നടക്കുന്നുണ്ടോ ഇല്ല ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, കോർപ്പറേറ്റ് മൈനിങ് അതവിടെ ആബ്സെൻ്റായി. ആൾ ടാർഗറ്റ് ചെയ്തത് അതിന് വേണ്ടിയിട്ടായിരുന്നു, മീറ്റിങ്ങും കാര്യങ്ങളും കളിക്കാനുള്ളൊരു സെറ്റപ്പ്. ഒരു ഡിജിറ്റൽ വേൾഡ്, നമ്മുടെ ട്രോൺ ലെഗസി അവരൊക്കെ ഉണ്ടാക്കിയ പോലെ ഒരു വേൾഡ് ഉണ്ടാക്കണമായിരുന്നു ഒരു പരിപാടി. സംഭവം ഒരു ഫാൻസി ഐറ്റം പോലെ അതങ്ങനെ മറിഞ്ഞു പോയി. ഓപ്പൺ എ ഐ പറഞ്ഞ കമ്പനി ഇതുപോലത്തെ ഒരു സെയിം ടെക്നോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എ ഐ പിൻ അവരും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റിലീസ് ഈ 2026 ഫോർത്ത് ക്വാർട്ടർ കൂടി പ്രതീക്ഷിക്കാം എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. സോ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ ഫീൽഡിലേക്ക് വെക്കുന്ന മേജർ ചുവട് വെപ്പാണ് ആപ്പിളിൻ്റെ ഈ എ ഐ പിൻ എന്ന് പറയുന്നത്. കണ്ടറിയാം ഇത് എത്രത്തോളം വിജയിക്കുമല്ലോ എന്നുള്ളത്. എന്നിരുന്നാലും എനിക്കിപ്പോഴും സംശയം തോന്നുന്നത് ഇതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. പോസിബിളി നമ്മൾ ഇത് നിന്ദിച്ച് വെത്തിങ്ങനെ നടക്കുമ്പോൾ കൂടുതലും നമ്മൾ സംശയങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഏത് ഡയറക്ഷനിൽ പോകണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മുന്നിൽ കാണുന്ന സാധനം, അല്ലെങ്കിൽ അത് വീഡിയോ ക്യാമറ വെച്ച് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഒരു തരം എന്താ പറയുക ചാറ്റ് ബോട്ട്, അതിൻ്റെ അപ്പുറം എന്തായിരിക്കും എന്നുള്ള അപ്ലിക്കേഷനോട് ഇപ്പം ഞാനൊരു ക്യൂരിയോസിറ്റിയോടെയാണ് ഈ ഒരു സംഭവം കാണുന്നത്. ലൈക്ക് വാട്ട് ഈസ് ദ പോയിൻറ്റ്, വാട്ട് ഇസ് ദ ഹോൾ പോയിൻറ്റ് ഓഫ് ദിസ് ടെക്നോളജി. എന്തായാലും ഇത്രയ്ക്കധികം ഫണ്ട് ഇറക്കിയിട്ട് ഇവന്മാർ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി സംതിങ്. കണ്ടറിയാം. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ടിം കുക്ക് എന്തായിരിക്കും എന്നാലും